ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞൊരു അവധി ദിവസം കുഞ്ഞിസാറിനെയും കൊണ്ട് എന്റെ കസിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നടക്കാനായിട്ട് വെറുതെ വഴിയിലോട്ട് ഇറങ്ങിയപ്പോ നമ്മുടെ അവിടെ പയ്യൻസും പിന്നെ ചേട്ടന്മാരൊക്കെ കൂടി മീൻ പിടിക്കുന്നത് കണ്ടു. അത് നമ്മൾ കാണാൻ പോയ കാഴ്ചയാണ് കേട്ടോ. അത് കയ്യില് മേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് തരില്ലേ മീൻ. തുപ്പലം കൊത്തിനാണോ അത് കൈ കൊണ്ട് കോരിയാ മതി. നമ്മള് കാണാൻ ചെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മീനൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഈ പെടക്കണ ബ്രാൽ എന്നുള്ളത് പണ്ടൊക്കെ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഒരു പ്രത്യേക വികാരമായിരുന്നു. അല്ല, ഇപ്പോഴും അങ്ങനെ വികാരമുള്ളവരൊക്കെ ഉണ്ട്. ബ്രാല് ചത്തട്ട കിട്ടണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാർക്കറ്റ് പോയിന്നാണ്. പെടക്കണ ബ്രാലിനാണ് മാർക്കറ്റ് കൂടുതൽ. നമുക്ക് ഈ മീൻപിടുത്തത്തിന്റെ സാങ്കേതിക വശങ്ങളൊന്നും കാര്യമായിട്ടല്ല അറിയില്ല. മീൻപിടുത്തം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ ഞാൻ അവരുടെ അടുത്തൊന്നും അനുവാദം ചോദിച്ചായിരുന്നു. അതിനവര് ഓക്കെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ മീനിന്റെ ഉള്ളിൽ കൊടുങ്ങിയിട്ടുള്ള ആ കൊളുത്തുണ്ടല്ലോ, നമ്മള് ഇടുന്ന കൊളുത്ത്, അത് ഊരിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെന്നപ്പോ തന്നെ കിട്ടിയ മീനായതുകൊണ്ട് അത് നമ്മൾക്ക് തന്നെ കിട്ടിയിട്ടോ. നമ്മള് ചെറുപ്പത്തിലും വലുപ്പത്തിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മീൻ പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞിസാർ അത് കണ്ടിട്ടില്ലേ. വീണ്ടും വരാന്നൊക്കെ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് മീനും കൊണ്ടുപോകും. എല്ലാത്തിനേക്കാളും എനിക്ക് ഇഷ്ടമായത് അവരുടെ ബോട്ടായിരുന്നു. അതൊരു ഒന്നൊന്നര ഐഡിയ ആയിട്ടുണ്ട്. നമ്മുടെ M4 Tech മെച്ചാന്റെ വീഡിയോ കണ്ടിട്ടാണ് അവരത് ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. എന്തായാലും സംഭവം നല്ല പോരി സാധനമായിട്ടുണ്ട്. പിന്നോ അപ്പൊ ശരി, എന്തായാലും ഇവളെയും കൂട്ടി ഒരു ദിവസം ബ്ലോഗ് എടുക്കാൻ വരാം. അല്ല, എന്നിട്ട് ഞാൻ മഴക്കാലം കഴിയുമ്പോ പോസ്റ്റ് ചെയ്യാതെ മതിയില്ലേ? പോ കൊച്ചേ, നേരെ പോ. പിന്നെ നീ വന്നതിനോട് ഞാൻ പറയില്ലേ വഴിയുടെ മുന്നിൽ നിന്നോളാൻ. ഈശോയെ എന്റെ ഗീവർഗീസ് പുണ്യാള, എനിക്ക് കയ്യിൽ പിടിച്ചിട്ട് എനിക്കൊരു വീഡിയോ എടുക്കണം. എനിക്ക് ചൊറിയണു കാലൊക്കെ. ചൊറിച്ചിരുന്ന പറഞ്ഞാൽ സദ്യ ചൊറിച്ചില്. അങ്ങനെ വളരെ സാഹസികമായിട്ട് ആ പുല്ലിന്റെയും കാടിന്റെയും ഇടയിൽ കൂടെ ഞങ്ങൾ റോട്ടിലേക്ക് വന്നു. പിന്നെ വീട്ടിൽ പോയിട്ട് നേരെ ഇതൊക്കെ നന്നാക്കി സെറ്റാക്കി കറിയൊക്കെ വെച്ച് നല്ല പെടക്കണ മീനെ കയ്യിലെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അതേസമയം പേടി. ആ മീനൊരു പെടപടച്ചാൽ നമ്മുടെ ഹൃദയം ഒരു പെടപടക്കും. അതാണ് അവസ്ഥ. എന്നാ തിന്നാൻ കുഴപ്പമില്ല, ഒന്നാ പാവം തിന്നാ തീർന്നു അല്ലേ. ബ്രാലൊരു വികാരമായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയാതെ വയ്യ. ഈ ബ്രാല് അതുപോലെ നമ്മൾ ഈ പാടത്തുനിന്നും ചേർന്നൊന്നും പിടിക്കുന്ന മീൻ ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ആ വിഭാഗം ആൾക്കാരെ കുറിച്ച് ഞാൻ പിന്നീട് മീൻ പിടിക്കുന്ന വീഡിയോയിൽ വിശദമായിട്ട് പറയാം. കാരണം എന്റെ വീട്ടിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പാടത്തെ മീൻ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ചെയ്യട്ടാ.